നീണ്ട 9 മാസത്തെ ബഹിരാകാശവാസത്തിനു ശേഷം സുനിത വില്യംസും ബുച്ച് വിൽമോറും തിരികെ ഭൂമിയിലേക്ക് സ്പേസ് എക്സിന്റെ ക്രൂ 9 പേടകത്തിലാണ് മടക്കയാത്ര. ബഹിരാകാശ നിലയവുമായുള്ള പേടകത്തിന്റെ ബന്ധം വേർപെടുത്തുന്ന അൺഡോക്കിംഗ് ആരംഭിച്ചു. ഇന്ത്യൻ സമയം നാളെ പുലർച്ചെ 3:27 അറ്റ്ലാന്റിക് സമുദ്രത്തിൽ പേടകം ഇറക്കും. ഇനി സുനിത ഭൂമിയെ തൊടുന്ന നിമിഷത്തിനായുള്ള കാത്തിരിപ്പാണ്. പ്രജൻ സി കണ്ണൻ വിശദാംശങ്ങളുമായി. പ്രജൻ, നീണ്ടൊരു കാത്തിരിപ്പാണ്, 9 മാസത്തോളം നീണ്ട കാത്തിരിപ്പ്. അതിനുശേഷം അവർ എത്തുകയാണ്. നാളെ പുലർച്ചെ ലാൻഡിംഗ് നടക്കും. ഇപ്പോൾ ഇതിൻ്റെ അൺഡോക്കിംഗ് പ്രക്രിയ അതൊക്കെ പൂർത്തിയായിട്ടുണ്ട് എന്ന് മനസ്സിലാകുന്നു. എന്തൊക്കെയാണ് അല്പസമയത്തിനകം അവർ പുറപ്പെടും എന്നുള്ളതാണ്. ഇന്ത്യൻ സമയം 10:30 എന്നതാണ് നമ്മൾ അറിഞ്ഞത്. അതങ്ങനെ തന്നെയല്ലേ? അനുജ, അൺഡോക്കിങ്ങിനുള്ള നിർദ്ദേശം നൽകപ്പെട്ടു എന്നുള്ളതാണ്. അൺഡോക്കിംഗ് പ്രോസസ്സ് അല്പസമയം നീണ്ടു നിൽക്കുന്ന ഒരു പ്രക്രിയയാണ്. അതിനായുള്ള ഗോ നിർദ്ദേശം നമ്മുടെ ക്രൂ 9 നൽകി എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. നാസ ആ രീതിയിലുള്ള ഒരു കൺഫർമേഷൻ ഇപ്പോൾ നൽകുന്നുണ്ട്. ഈ ക്രൂ 9 എന്ന് പറയുന്ന ഈ ടീമിനെ തന്നെ നമ്മളൊന്ന് പരിചയപ്പെടേണ്ടതുണ്ട്. 4 പേരടങ്ങുന്ന സംഘമാണ് ഭൂമിയിലേക്ക് മടങ്ങാൻ പോകുന്നത്. അതിൽ അനുജ സൂചിപ്പിച്ച 2 പേരുകൾ, അത് ഏറ്റവും പ്രധാനപ്പെട്ടത്, ഒന്ന് സുനിത വില്യംസ്, മറ്റൊന്ന് ബുച്ച് വിൽമോർ. ഇവരാണ് കഴിഞ്ഞ 9 മാസമായി ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ തുടരുന്നത്. അവർക്കൊപ്പം തന്നെ 2 പേർ കൂടിയുണ്ട്. ഒന്ന് നിക് ഹേഗ്, മറ്റൊന്ന് അലക്സാണ്ടർ ഗുർബനോവ്. ഈ 4 പേരാണ് ഭൂമിയിലേക്ക് മടങ്ങുന്നത്. ഇവരടങ്ങിയ ടീമിനെയാണ് ക്രൂ 9 എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇവർക്ക് തിരികെ ഭൂമിയിലേക്ക് വരാനുള്ള പേടകമാണ് ഡ്രാഗൺ പേടകം. കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിലാണ് ഈ ക്രൂ 9 വേണ്ടിയിട്ടുള്ള ഈ ഡ്രാഗൺ പേടകത്തെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് അയച്ചത്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ക്രൂ 10, അതായത് പുതിയ ടീം അവിടെ എത്തിയ ശേഷമാണ് മറ്റ് 4 പേർക്ക് തിരികെ ഭൂമിയിലേക്ക് മടങ്ങാനുള്ള സാഹചര്യവും ഒരുങ്ങിയത്. ഇപ്പോൾ ആ പ്രവർത്തനം നടക്കുന്നു. ഇപ്പോൾ അൺഡോക്കിംഗ് പ്രോസസ്സിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുകയാണ്. കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിൽ ഡോക്ക് ചെയ്യപ്പെട്ട ക്രൂ 9 ഡ്രാഗൺ പേടകത്തിനെ അൺഡോക്ക് ചെയ്യാനുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ നാസ നൽകിയിരിക്കുന്നത്. അൺഡോക്കിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്നതാണ്. കാരണം ISRO കഴിഞ്ഞ 2 ആഴ്ച മുൻപാണ് ഈ അൺഡോക്കിംഗ് ആൻഡ് ഡോക്കിംഗ് പ്രോസസ്സ് വിജയകരമായി പരീക്ഷ. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രേക്ഷകർക്ക് നമുക്കെല്ലാം എന്താണ് ഡോക്കിംഗ് ആൻഡ് അൺഡോക്കിംഗ് എന്ന് അറിയാം. ബഹിരാകാശത്ത് വെച്ച് 2 പേടകങ്ങളെ തമ്മിൽ യോജിപ്പിക്കുന്ന പ്രോസസ്സാണ് ഡോക്കിംഗ്. അതിനെ വേർപെടുത്തുന്ന പ്രോസസ്സാണ് അൺഡോക്കിംഗ്. അതായത് നേരത്തെ ഡോക്ക് ചെയ്യപ്പെട്ട ഡ്രാഗൺ എന്ന് പറയുന്ന ക്രൂ 9 ഡ്രാഗൺ എന്ന് പറയുന്ന ആ പേടകത്തെ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ നിന്നും വേർപെടുത്തുകയാണ് ഇതിന്റെ ലക്ഷ്യം. അതിനുശേഷമാണ് ഭൂമിയിലേക്കുള്ള മടക്കയാത്ര തുടങ്ങുക. ഏറ്റവും ആദ്യം അറിയേണ്ടത് ഈ പേടകത്തെ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് ഹൂക്കുകൾ ഉപയോഗിച്ച് വളരെ സ്ട്രോങ് ആയിട്ട്, ഫേം ആയിട്ട് അങ്ങനെ ബന്ധിപ്പിച്ചിരിക്കുകയാണ്. അതിനെ വേർപെടുത്തുന്ന പ്രോസസ്സാണ് അൺഡോക്കിംഗ്. അതിനുള്ള നിർദ്ദേശം ഇപ്പോൾ ലഭിച്ചു കഴിഞ്ഞു. ഗോ എന്ന നിർദ്ദേശം ഏതാണ്ട് 1.5 മണിക്കൂർ മുൻപാണ് ഈ 4 പേരും, അതായത് നിക് ഹേഗും ഒപ്പം ബുച്ച് വിൽമോറും സുനിത വില്യംസും പിന്നെ ഗുർബനവും ഈ പേടകത്തിനകത്തേക്ക് പ്രവേശിച്ച് അവരുടെ പ്രത്യേക സ്യൂട്ടുകൾ ധരിച്ച് അവർ അതിനകത്ത് കാത്തിരിക്കുകയായിരുന്നു നിർദ്ദേശം ലഭിക്കാൻ വേണ്ടി. അതിന് മുൻപുള്ള ചില ക്രമീകരണങ്ങളും ഒപ്പം തന്നെ ചില പ്രോസസ്സുകളും ഉണ്ടായിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇവർ താഴേക്ക് വരുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രശ്നങ്ങൾ, പ്രോബ്ലംസ് അല്ലെങ്കിൽ ടെക്നിക്കൽ ഗ്ലിച്ചുകളെല്ലാം പരിശോധിക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വാതക ചോർച്ചയാണ്. ഈ ചാലനർ പേടകത്തിൽ പോലും നമ്മൾ സംശയിച്ചത്, അല്ലെങ്കിൽ നാസ സംശയിച്ച അത്തരത്തിലൊരു ഹീലിയം ചോർച്ച ഉണ്ടാകുമോ എന്നുള്ളതാണ്. അപ്പോൾ അത്തരം വാതക ചോർച്ചകൾ, പ്രത്യേകിച്ചും ഇവിടെ സ്യൂട്ടിലുള്ള ചോർച്ചകൾ, ഇതെല്ലാം ടെസ്റ്റ് ചെയ്യാനുള്ള സമയമായിരുന്നു കഴിഞ്ഞു പോയത്. ആ 1.5 മണിക്കൂർ സമയം പൂർത്തിയാക്കുന്നു. വിജയകരമായി അവർ ആ ഘട്ടം പിന്നിടുന്നു. ഇനി ഇപ്പോൾ ഉള്ളത് അൺഡോക്കിംഗ് പ്രോസസ്സാണ്. അതിനുള്ള സ്റ്റാർട്ട് നിർദ്ദേശം, ഗോ നിർദ്ദേശം ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനിയുള്ളത് ത്രസ്റ്ററുകൾ പ്രവർത്തിപ്പിക്കുക എന്നുള്ളതാണ്. ആ ത്രസ്റ്ററുകൾ പ്രവർത്തിപ്പിച്ച് ഈ പേടകത്തെ, അതായത് ക്രൂ 9 ഡ്രാഗൺ പേടകത്തെ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ നിന്ന് ഒരു നിശ്ചിത അകലത്തിലേക്ക് മാറ്റുക എന്ന പ്രോസസ്സാണ് പിന്നീട് നടക്കാൻ പോവുക. അങ്ങനെ ഒരു അകലം പാലിച്ച ശേഷമാണ് അടുത്ത ത്രസ്റ്ററുകൾ പ്രവർത്തിപ്പിക്കുക. അങ്ങനെ ഘട്ടം ഘട്ടമായി ത്രസ്റ്ററുകൾ പ്രവർത്തിപ്പിച്ചാണ് അടുത്ത യാത്ര ഭൂമിയിലേക്ക് ഈ പേടകം നടത്താൻ പോകുന്നത്. 17 മണിക്കൂർ സമയമെടുത്താണ് ഭൂമിയിലേക്ക് ഇവർ എത്താൻ പോകുന്നത് എന്ന കാര്യം ശ്രദ്ധേയമാണ്. ഈ 17 മണിക്കൂറിനുള്ളിൽ ഘട്ടം ഘട്ടമായി ഓരോ ഇടങ്ങളിലും, അത് നേരത്തെ നാസ നിശ്ചയിച്ചിട്ടുള്ളതാണ്, ആ ഘട്ടങ്ങളിൽ വേണ്ട ക്ലസ്റ്ററുകൾ പ്രവർത്തിപ്പിക്കുന്നു. പിന്നീട് അതിന്റെ ഗതി നിർണ്ണയിക്കുന്നു. ഏറ്റവും ഒടുവിൽ നടക്കുന്ന പ്രോസസ്സാണ് ഞാൻ പറയാൻ പോകുന്നത്. ഗതി നിർണ്ണയമൊക്കെ അവസാന ഘട്ടത്തിൽ നടക്കുന്നതാണ്. നമുക്കറിയാവുന്നതുപോലെ ഫ്ലോറിഡയിലെ ഗൾഫ് കോസ്റ്റിലാണ് ഈ പേടകത്തെ ഇറക്കേണ്ടത്, കടലിലാണ് ഇറക്കുന്നത്. അപ്പൊ ആ കൃത്യമായി ആ ഒരു പോയിന്റ്, അല്ലെങ്കിൽ ആ ദിശ കൃത്യമായി അടയാളപ്പെടുത്തേണ്ടതുണ്ട്. അത് പേടകത്തിന് നിർദ്ദേശമായി നൽകേണ്ടതുണ്ട്. എല്ലാം കമ്പ്യൂട്ടറുകൾ ഉപയോഗിച്ച് ചെയ്യുന്നതാണെന്ന് എന്ന കാര്യം കൂടി പ്രേക്ഷകർ അറിയുക. അങ്ങനെ ആ ദിശ നാവിഗേഷനൊക്കെ നൽകിയ ശേഷമാണ് പിന്നീടുള്ള ഏറ്റവും അവസാനത്തെ, ആ ഘട്ടമാണ് നമ്മൾ ഏറ്റവും ക്രൂഷ്യലായി കാത്തിരിക്കുന്നത്. അതായത് ഈ 17 മണിക്കൂർ പൂർത്തിയാകാൻ പോകുമ്പോഴുള്ള അവസാന ഘട്ടം, ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഉണ്ടാകുന്ന വേഗവും അതിന്റെ തീയും പുകയും ചൂടുമെല്ലാം നമുക്കറിയാവുന്ന കാര്യമാണ്. അതിനെ അതിജീവിക്കുക എന്നത് സുപ്രധാനമായ കാര്യമാണ്. പക്ഷെ അതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും ആ പേടകത്തിലുണ്ട് എന്ന കാര്യം കൂടി അറിയുക. അങ്ങനെ പിന്നീട് ഭൂമിയുടെ അന്തരീക്ഷത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന വലിയ വേഗം,
അതിനെ കുറയ്ക്കാനുള്ള പ്രോസസ്സുകൾക്കായി നമുക്ക് പാരച്യൂട്ടുകളുണ്ട് ഈ പേടകത്തിൽ. ആ പാരച്യൂട്ടുകൾ ഘട്ടം ഘട്ടമായി വിടർത്തുകയും ഇതിന്റെ വേഗം കുറച്ചു കൊണ്ടുവരികയും ചെയ്ത് ഇത് കടലിലേക്ക് വീഴ്ത്തുക. അതിനെയാണ് സ്പ്ലാഷ് ഡൗൺ എന്ന പ്രോസസ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആ സ്പ്ലാഷ് ഡൗണിലൂടെ ഈ കടലിലേക്ക് വീഴുന്ന പേടകത്തെ ഈ സ്പേസ് എക്സിന്റെ ഒരു ഷിപ്പ് ഉപയോഗിച്ച്, ഒരു കപ്പൽ ഉപയോഗിച്ച് പിന്നീട് അതിനെ അവിടെ നിന്ന് എടുക്കുകയും ഇതിലെ 4 സഞ്ചാരികളെയും ഹ്യൂസ്റ്റണിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുക. ഇതാണ് ആകെ മൊത്തത്തിൽ നമുക്ക് പറയാനുള്ള അതിന്റെ പ്രോസസ് എന്ന് പറയാം. പക്ഷെ ഇത് നമ്മൾ ഈ പറയുന്നത് പോലെ അങ്ങനെ എളുപ്പമുള്ള ഒരു കാര്യമല്ല. ഘട്ടം ഘട്ടമായി കൃത്യമായ ശാസ്ത്രീയമായ ഇടപെടലിലൂടെ നടക്കേണ്ട പ്രോസസ്സാണ്. അപ്പോൾ ഇനിയിപ്പോൾ നടക്കാൻ പോകുന്നത് അൺഡോക്കിംഗ് ആണ്. വളരെ സാവധാനം അൺഡോക്ക് ചെയ്ത് ഈ ഹുക്കുകൾ വേർപെടുത്തി ഈ പേടകത്തെ, ഡ്രാഗണെ ഒരു നിശ്ചിത ദൂരത്തേക്ക് കൊണ്ടുപോവുക, അതിനുശേഷം ട്രസ്റ്ററുകൾ പ്രവർത്തിപ്പിക്കുക, അങ്ങനെ താഴേക്ക് ഇതിനെ ഇറക്കുക എന്നുള്ളതാണ്. 9 മാസത്തെ ബഹിരാകാശവാസത്തിന് ശേഷമാണ് സുനിത വില്യംസും ബുച്ച് വിൽമോറും തിരികെ ഭൂമിയിലേക്ക് എത്തുന്നത്. നാളെ പുലർച്ചെ 3 മണിക്ക് ശേഷം അവർ ഫ്ലോറിഡയിലെ സമുദ്രത്തിലേക്ക് പേടകം ഇറങ്ങും. ഇത് തത്സമയ ദൃശ്യങ്ങളാണ്. അൺഡോക്കിംഗ് പ്രക്രിയയാണ് നിലവിൽ ആരംഭിച്ചിട്ടുള്ളത്. വേർപെടുത്തി അതിനുശേഷം ട്രസ്റ്ററുകൾ പ്രവർത്തിപ്പിക്കുന്നു. നേരത്തെ ഇതിന് മുന്നോടിയായുള്ള ഹാച്ചിങ് അത് വിജയകരമായി പൂർത്തിയാക്കുകയും ചെയ്തു. പ്രജൻ തുടരുന്നുണ്ട്. പ്രജൻ, ഇതിൽ ഏറ്റവും പ്രധാനം ഈ നീണ്ട കാലത്തോളം അവർ ഗ്രാവിറ്റി ഇല്ലാത്ത രീതിയിൽ താമസിക്കുകയായിരുന്നു. അപ്പോൾ തിരികെ ഭൂമിയിലേക്ക് എത്തുമ്പോൾ അതിൻ്റെ ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടാകും. ഇതുമായി ഇവരെ എങ്ങനെയാണ് ഇനിയും താതാത്മ്യം പ്രാപിപ്പിക്കേണ്ടതുണ്ട്? അതൊക്കെ നമ്മൾ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകാൻ പോകുന്നതും. അത് വളരെ വലിയൊരു വെല്ലുവിളിയാകില്ലേ? എന്താണ് ഇനി അതിനൊക്കെ അടുത്ത നടപടികൾ ചെയ്യാൻ പോകുന്നത്? പ്രജനിലേക്ക് എത്താം. തത്സമയ ദൃശ്യങ്ങളാണ്. Sunny Williams and Butch Wilmore begin their belated trip home. അൺഡോക്കിംഗ് പ്രക്രിയയിലേക്ക് കടന്നിരിക്കുകയാണ് പേടകം, ക്രൂ 9 പേടകം. ആ പേടകത്തിലാണ് ഇവർ തിരികെ ഭൂമിയിലേക്ക് എത്തുന്നത്. നാളെ പുലർച്ചെ ഫ്ലോറിഡയിൽ ആണ് അവർ ലാൻഡ് ചെയ്യാൻ പോകുന്നത്. 12:05 a.m. Central Time, 1:05 a.m. Eastern Time. ഇപ്പോൾ നടക്കുന്നത് അൺഡോക്കിംഗ് ആണ്.